ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഈ ഒരു റെഡ് HDR CC റെഡ് ഗ്ലോ CC എങ്ങനെയാണ് നമുക്ക് എലൈറ്റ് മോഷൻ ആൻഡ്രോയിഡിൽ ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. അപ്പോൾ ഈ എലൈറ്റ് മോഷൻ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇതിലൊരു 4:3 റേഷ്യോയും റെസൊല്യൂഷൻ ഒരു 1080p ഫ്രെയിം റേറ്റ് 30 FPS ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കുമാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് നൈസായിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് അടിക്കാം. എന്നിട്ട് നമ്മൾ വേണ്ട വീഡിയോ നൈസായിട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇതാണ് ഞാൻ എടുത്ത വീഡിയോ, പ്രേമത്തിലൊരു വീഡിയോ ആണ്. അത് ഇട്ടേക്കാം. അത് നമുക്ക് കോപ്പിറൈറ്റ് അടിക്കില്ല എന്ന് വിചാരിക്കും. നോക്കി വിശ്വാസം അതാണല്ലോ എല്ലാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫിൽ സ്ക്രീൻ അടിച്ച് വെച്ചേക്കാം. ഇപ്പം ഏകദേശം സെറ്റാണ് നമ്മുടെ വീഡിയോ. ഇനി നമ്മൾ ഇതിലോട്ട് എഡിറ്റിംഗ് ആഡ് ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ ലെയറിൽ നമ്മൾ യാതൊരു എഡിറ്റിങ്ങും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ വേറൊരു റെക്റ്റാങ്കിൾ കൊണ്ടുവരുന്നുണ്ട് 3 എണ്ണം. അപ്പോൾ അതിനായിട്ട് ഒരു റെക്റ്റാങ്കിൾ കൊണ്ടുവരാനായിട്ട് നമ്മൾക്ക് ഇവിടെ ഷേപ്പിൽ ഉള്ള ഓപ്ഷനിൽ പോയിട്ട് എടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, ഫിൽ ആൻഡ് സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ അത് ഫില്ലായിട്ടുണ്ട്. ഫസ്റ്റ് റെക്റ്റാങ്കിൾ സെറ്റ്. നമുക്കിതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം. കളർ ആൻഡ് ഫില്ലുകൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതാണ്ട് ഈ ഒരു കളറ് സെലക്ട് ചെയ്യുക, ഒരു പെർപ്പിൾ കളറ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു കളർ സെലക്ട് ചെയ്യുക. ഈ RGB എന്നുള്ളതിൽ ആ ഒരു കളറിൻ്റെ ഇതൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ടിക്ക് കൊടുക്കുക. ഈ ഒരു കളർ സെലക്ട് ചെയ്യാൻ എന്തായാലും ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത് നമുക്ക് വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു റെക്റ്റാങ്കിൾ 1ൽ നമുക്ക് കളർ ഇപ്പോൾ സെറ്റ് ചെയ്ത് ഇനി നമ്മൾ എഫക്റ്റ് പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. അപ്പോൾ അതിനായിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കോപ്പി ബാക്ക്ഗ്രൗണ്ട് അത് ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കുക. അത് 0 തന്നെ കിടന്നോട്ടെ. അത് നമുക്ക് 2 കോപ്പി ബാക്ക്ഗ്രൗണ്ട് എടുക്കണം. അതിനായിട്ട് ഞാൻ ഒന്നുകൂടെ ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ സെർച്ചിൽ പോയിട്ട് ഒന്നുകൂടെ എടുത്താൽ മതി. ഇനി നമ്മൾ അടുത്ത് നമുക്ക് വേറൊരു ഇതാണ് ത്രെഷോൾഡ് എന്ന് പറഞ്ഞൊരു സാധനം. അത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കാണാവുന്നതാണ്. ഇതാണ്ട് ത്രെഷോൾഡ്. അത് ജസ്റ്റ് ഒന്ന് എടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും. ആ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു സ്ക്രീനിൽ ശ്രദ്ധിക്കേണ്ട, അതിങ്ങനെ ആയിക്കോളും. അത് നോർമൽ നമ്മുടെ വീഡിയോയിൽ കണ്ട പോലെ ആയിക്കോളും. അപ്പോൾ ഈ ഒരു ത്രെഷോൾഡ് നമ്മൾ 0.70 ഇടുക, 0.70 ഇടുക, 0.70. ഓക്കെ. ഇനി നമ്മൾ ആ ഒരു ഫെദർ നിങ്ങൾ 0 തന്നെ കിടന്നോട്ടെ. ഇൻവേർട്ടും അടിക്കേണ്ട. നമ്മൾ ബ്ലെൻഡിങ് മോഡ് നോർമലിൽ ഇരുന്നോട്ടെ കേട്ടോ. ഇനി അടുത്ത് നമ്മൾ വേറൊരു എഫക്റ്റ് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. സ്പെക്ട്രൽ മാപ്പ് നടിക്കുക. ഇതാണ്ടേ കിട്ടിയിട്ടുണ്ട്. അത് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇനി നിങ്ങൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താറുണ്ട്. അത് ഫേസ് നമുക്ക് കാണാമല്ലോ. ഫേസ് 0 തന്നെ കിടന്നോട്ടെ. റിപ്പീറ്റ് 1ൽ തന്നെ അതേപോലെ തന്നെ കിടന്നോട്ടെ. അൽഫയും അനക്കണ്ട. സ്ക്യൂസ് നിങ്ങൾ ഒന്നും ചെയ്യണ്ട. സാച്ചുറേഷൻ നിങ്ങൾ 1ലോട്ട് ഇടുക കേട്ടോ. അപ്പം 1ലോട്ട് ഇട്ടിട്ട് ഫുള്ളാക്കി ഇടുക. അതിനുശേഷം കളർ 1ഉം കളർ 2ഉം ഉണ്ടല്ലോ, അതെല്ലാം കളർ 3 ഉണ്ട്. അതെല്ലാം നമ്മുടെ ഈ ഒരു റെഡ് തന്നെ ആക്കുക. അതുകൊണ്ട് ഒന്നുകൂടെ ഈ ഒരു 3 കളറും റെഡ് ഓപ്ഷനിൽ തന്നെ ഇട്ടേക്കുക. റിവേഴ്സ് ഓൺ ആക്കണ്ട. സ്കെയിൽ ബ്രൈറ്റ്നസ് ഓൺ ആക്കി വെക്കുക. ഇനി നമ്മൾ വേറൊരു എഫക്റ്റ് ആഡ് ചെയ്യാൻ പോവാണ് ഇതിൽ തന്നെ. ഇനിയും 2-3 എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സിമ്പിളാണ്, പക്ഷെ ഇച്ചിരി കഷ്ടപ്പെടണം, അത്രയേ ഉള്ളൂ. നമ്മൾ ആഡ് എഫക്റ്റ് പോയതിനു ശേഷം ഗേഴ്ഷ്യൻ ബ്ലർ, അത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. ഗേഴ്ഷ്യൻ ബ്ലർ. ഓക്കെ, ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയുന്നതാണ്. ആ ഒരു ഗേഴ്ഷ്യൻ ബ്ലർ നിങ്ങളൊരു 2ൽ ഇടുക കേട്ടോ. മാക്സിമം ഇടുക, 2ലോട്ട് ഇടുക, ഫുള്ളാക്കുക. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയതിനു ശേഷം അത് ജസ്റ്റ് ലൈറ്റിൽ പോയിട്ട് സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ ഫുൾ സ്ക്രീൻ തെളിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ നമ്മൾ ഒരു റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്യുകയാണ്. അതൊന്ന് ഫിൽ സ്ക്രീൻ അടിക്കുക. അടുത്ത റെക്റ്റാങ്കിളിൻ്റെ കളർ എന്ന് പറയുന്നത് ഇതാണ്ട് ഈ ഒരു കളറായിട്ട് വരുന്നതാണ്. ഇതാണ്ട് ഈ ഒരു കളർ കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോറി, കളർ നൈസായിട്ടൊന്നും മാറിപ്പോയി, അത് സീനില്ല. ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. ഈ ഒരു കളറാണ് FAAD39 ആണ് നമ്മൾ ഈ ഒരു ഇതിന് യൂസ് ചെയ്യുന്നത്. സോറി, മാറിപ്പോയതാണ്. അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് അടിക്കാം. അത് നമ്മൾ നേരത്തെ ചെയ്തതിൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് അടിക്കാം. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. അത് 0 തന്നെ കിടന്നോട്ടെ. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഗ്രേഡിയൻറ്റ് ഓവർലേ എന്ന് പറഞ്ഞൊരു ഇത് കാണും. ഗ്രേഡിയൻറ്റ് ഓവർലേ, ഗ്രേഡിയൻറ്റ് മാപ്പ് അല്ല, ഗ്രേഡിയൻറ്റ് ഓവർലേ. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാണ്. എന്നിട്ട് അതിൽ ജസ്റ്റ് നിങ്ങൾ മാറ്റം വരുത്തണ്ടേ. കളർ 1 നിങ്ങൾ വൈറ്റ് ആയിട്ടും, കളർ 1 കളർ 2 ഉണ്ടല്ലോ, അത് കളർ 1 വൈറ്റ് ആയിട്ടും കളർ 2 ബ്ലാക്ക് ആയിട്ടും സെറ്റ് ആക്കുക. കളർ 1 വൈറ്റ് ആയിട്ടും കളർ 2 ബ്ലാക്ക് ആയിട്ട് സെറ്റ് ആക്കുക. ആംഗിളും ഓഫ്സെറ്റും സ്കെയിലും
അൽഫയും നിങ്ങൾ മാറ്റണ്ട. ലീനിയറും ബ്ലെൻഡിങ് മോഡ് ലീനിയർ അങ്ങനെ തന്നെ നടന്നോട്ടെ. ബ്ലെൻഡിങ് മോഡ് നിങ്ങൾ നൈസായിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ഇടുക. ഓക്കെ, അപ്പം ബ്ലെൻഡിങ് മോഡ് മൾട്ടിപ്ലൈ ഇട്ടിട്ട് ഇനി നമ്മൾ ഒന്നുകൂടെ എഫക്റ്റ് പോയതിനു ശേഷം എക്സ്പോഷർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അടിക്കുക. എക്സ്പോഷർ ഗാമ അത് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഇതിൽ എക്സ്പോഷർ നിങ്ങൾ 0.92 എന്ന് പറയുന്ന ഒരു ഇതിൽ ഇട്ട് വെക്കുക. 0.92. ഓക്കെ, 93 ആയിപ്പോയി. 0.92. ഓക്കെ, 91 ആയാലും 2 ആയാലും 3 ആയാലും വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഗാമ 1 തന്നെ നടന്നോട്ടെ, ഓഫ് സെറ്റും 0 തന്നെ നടന്നോട്ടെ. ഇനി നമ്മൾ അടുത്ത എഫക്റ്റ് ചേർക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ വൈബ്രൻസ് ആണ്. സാച്ചുറേഷൻ വൈബ്രൻസ് ഇമ്പോർട്ട് ചെയ്യുക. അതിൽ നമ്മൾ സാച്ചുറേഷൻ +22 എന്നിടുക. +22 ഇവിടെ കാണാം, +22. ഇനി നമ്മൾ വൈബ്രൻസ് 1 തന്നെ നടന്നോട്ടെ കേട്ടോ. അപ്പം അതും ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എഫക്റ്റും കൂടിയുള്ളൂ. ഒരു റെക്ടാങ്കിളും കൂടി ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക കേട്ടോ. അതൊന്ന് ഫിൽ സ്ക്രീൻ അടിക്കുക. അപ്പം അതിലെ കളർ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ കളർ ആൻഡ് ഫില്ലിൽ പോവുക. നിങ്ങൾ ഈ ഒരു പച്ച കളർ ഉണ്ടല്ലോ, 4FD39C 100%, അത് കണ്ടല്ലോ, അത് ആ ഒരു കളറായിട്ട് സെറ്റ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പ്രീസെറ്റിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറ്റുമോ നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ മതി, ഉണ്ടെങ്കിൽ ഉണ്ടാവും കേട്ടോ. അതിൽ നമ്മളൊരു കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യുക. ഇനി നമ്മൾ വേറൊരു എഫക്റ്റ് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലത്തെ ഇതിലൊക്കെ കണ്ടായിരുന്നു, ചാനൽ റീമാപ്പ്. ഓക്കെ, ചാനൽ റീമാപ്പ് RGB എന്ന് പറഞ്ഞാൽ ഇത് കളർ വരുത്താനുള്ളൊരു മെയിൻ ആയിട്ടുള്ളൊരു ഇതാണ്. അതിൽ റെഡ് RGBൻ്റെ 6 തന്നെയും GY ആയിട്ടും B നിങ്ങൾ G ആയിട്ടും സെലക്ട് ചെയ്യുക. A നിങ്ങൾ A തന്നെ കിടന്നോട്ടെ കേട്ടോ. ഇനി നമ്മൾ ഒന്നുകൂടെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാണ്, ഷാർപ്പൻ. ഇവിടെ ഷാർപ്പൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഷാർപ്പനെ നമ്മൾ സ്ട്രെങ്ത്ത് നിങ്ങൾ 0.11 ആക്കുക. 0.11 ഓക്കെ, 0.11 സ്ട്രെങ്ത്ത് 0.11 ആക്കുക. റേഡിയസ് 8.2 ഇടുക. റേഡിയസ് 8.2 ഇടുക. ഏകദേശം കഴിയാനായിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളൊരു എഫക്റ്റും കൂടി ആഡ് ചെയ്യാണ്, ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ്. ബ്രൈറ്റ്നസ് അടിക്കുക, കോൺട്രാസ്റ്റ് അടിക്കുക. അതിനുശേഷം സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് നോക്കുക. എന്നിട്ട് ആ ഒരു ബ്രൈറ്റ്നസ് 0 തന്നെയും കോൺട്രാസ്റ്റ് +6 കൂടി ആക്കുക. +6 8 അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. കോൺട്രാസ്റ്റ് 6 കൂടി ആക്കുക. അപ്പോൾ നമ്മുടെ CC ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും എന്താണ് റെഡ് കളർ വരാത്തതെന്ന്. അതിനായിട്ട് നിങ്ങൾ റൗണ്ടഡ് റെക്ടാങ്കിൾ ജസ്റ്റ് മുകളിലോട്ടേക്ക് ഒറ്റ ഇടലും ഇടുക. റൗണ്ടഡ് റെക്ടാങ്കിൾ 2 ജസ്റ്റ് സെക്കൻഡ് ആക്കി ഇടുക. അപ്പോൾ 1 2 3 എന്ന് പറയുന്ന ഫോർമാറ്റിലൊന്ന് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ കണ്ടോ, സെറ്റായിട്ട് നമ്മളെ CC വർക്ക് ആവുന്നുണ്ട്. ഇതിൽ യാതൊരു തട്ടിപ്പും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പം ഈ ഒരു CCൻ്റെ ലിങ്ക് ഞാൻ പറ്റുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്താൽ ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തൊരു CC ആണ്. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.